എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 12-ാം തീയതി വൈകുന്നേരം 3 മണി വരെ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഓർഡറിൽ പറഞ്ഞ പ്രകാരമുള്ള ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളാണ്: അഡ്മിഷൻ ടൈമിൽ ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, അതായത് കോളേജ് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് റീഫണ്ടും അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള, അതായത് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അതുപോലെ മുൻപത്തെ ഹയർ ഓപ്ഷനുകളിൽ നിന്നും, അതായത് മുൻപ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ മാത്രം അലോട്ട്മെൻറ്റ് കിട്ടി തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഓഗസ്റ്റ് 12-ാം തീയതിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ, അതായത് ബാലൻസ് ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതായത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ആ ഒരു പേജിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 2 ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ യെസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ, ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻസ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് മോഡിഫിക്കേഷൻ, അതായത് ജസ്റ്റ് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഹയർ ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അത് യെസ്സിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു എഡിറ്റ് ചെയ്ത ശേഷം കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യണം. അതുപോലെ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഹയർ ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതും ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് നോയിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ യെസ് ക്ലിക്ക് ചെയ്താൽ നോ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫർമേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഓർഡർ കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. ഇങ്ങനെയുള്ള 2 വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ലോഗിൻ ചെയ്ത ശേഷം യെസ് ഓർ നോ, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. യെസ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ റീ അറേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളെയാണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി അതേസമയം നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഓപ്ഷനെ അതേപോലെ അവിടെ നിലനിർത്തുകയും പിന്നീട് അടുത്ത 4th അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റിലേക്കായിട്ട് പരിഗണിക്കപ്പെടുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയാണ്, പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. ഇതുവരെ, അതായത് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക്, മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് വീണ്ടും ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതില്ല, അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് അവിടെ ആ ഒരു പേജിൽ വന്നിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് കോളേജിൽ പോവേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് 4th അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. 4th അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇനി ഏകദേശം ഒരു 3-4 അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത് വരെ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ടു ആപ്ലിക്കൻസ് എന്നുള്ളതിൽ, അതായത് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇത് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയോ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് AMCS FNCയുടെ പിന്നീട് വരുന്ന തുടർ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ക്യാൻസലേഷൻ, അതുപോലെ റീഫണ്ട് ഫീസ് എന്നിവ ആവശ്യമുള്ളവർക്ക് കോളേജുകളിൽ ചെന്ന് ബന്ധപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ച് കോളേജിൽ പ്രവേശനം പൂർത്തിയാക്കുന്ന ദിവസത്തിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ റദ്ദ് ചെയ്യുന്നതിനും
അവസരമുണ്ടായിരിക്കും. നിങ്ങളുടെ അപേക്ഷയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് ഇത് ചെയ്യേണ്ടത്. അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതിന് ഓൺലൈനിലെ ഫോമിലുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുമ്പോൾ ഈ ഒരു വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ സന്ദേശം നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ്, അതായത് കൺഫേംഡ് അലോട്ട്മെൻറ്റ് താഴെ പറയുന്ന വിധം എപ്പോഴെങ്കിലും റദ്ദ് ചെയ്തവർക്ക് അസോസിയേഷൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ബാലൻസ് ഫീസായിട്ടുള്ള 81,325 രൂപയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അടക്കേണ്ടത്. അതുപോലെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ തന്നെ ബുക്ക്, അതുപോലെ യൂണിഫോം, മെസ്സ് എന്നിവയുടെ ഫീസ് എക്സ്ട്രാ വരുന്നതായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജ് എവിടെയാണോ അവിടെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഫീസ്, എക്സ്ട്രാ ഫീസ് എത്രയാണ്, അതുപോലെ അഡ്മിഷൻ ടൈമിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇനി ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ ആൻഡ് റീഫണ്ട് ഓഫ് ഫീ ആഫ്റ്റർ ജോയിനിങ് റെസ്പെക്റ്റീവ് കോളേജസ്, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് റീഫണ്ടിനോ അല്ലെങ്കിൽ ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാരണത്താൽ കോളേജിൽ ചെന്ന് പ്രവേശനം നേടിയ ശേഷം പ്രവേശനം റദ്ദ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2024 സെപ്റ്റംബർ 24 വരെ അതിന് അവസരം ഉണ്ടായിരിക്കും. അത് സെപ്റ്റംബർ 24 വരെയാണ് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇപ്രകാരം പോകുന്നവർക്ക് പ്രവേശന ഫീസായിട്ട് 1000 രൂപ കഴിച്ച് ബാക്കി മുഴുവൻ ഫീസും തിരികെ കിട്ടുന്നതാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അഡ്മിഷന് പോകുന്ന സമയത്ത് ജോയിൻ ചെയ്യുന്ന കോളേജുകളിൽ ഹാജരാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ് ഫീസായിട്ടുള്ള 81,325 രൂപയാണ്. അത് നിങ്ങൾക്ക് DD ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയോ അടക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് എങ്ങനെ അടക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനും അതുപോലെ തന്നെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ടും നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അല്ലെങ്കിലും ആ ഒരു 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്തത് +2 അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ TC ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതൊരു MBBS ഡോക്ടറുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ MBBSൽ കൂടുതലുള്ള ആ ഒരു റാങ്കുള്ള, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സിൽ നിന്നോ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അത് ഡോക്ടറുടെ അതായത് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ആ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അത് ഈ ഒരു കോഴ്സിന് നിങ്ങൾ മെഡിക്കലായിട്ട് ആരോഗ്യപരമായിട്ട് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ അവസാനമായിട്ട് പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ സ്വഭാവം ഗുഡാണോ അല്ലെങ്കിൽ ബാഡാണോ എന്നിങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഇതിൽ ഈ ഒരു നിങ്ങൾ ആൻറ്റി റാഗിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. കാരണം അതിൽ നിങ്ങളുടെ സ്വഭാവം എന്താണ്, ഗുഡാണോ ബാഡാണോ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിടാം ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അത് റവന്യൂ അധികൃതർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കാണ്, എല്ലാവർക്കും ആവശ്യമില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ റിലീജിയൻസിൽ നോൺ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മേജർ സുപ്പീരിയറുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഒരു ലെറ്റർ അതെല്ലാവർക്കും ആവശ്യമല്ല, ആവശ്യമുള്ളവർക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 12th മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്കാണ് 12th മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അടുത്തതായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, ഇഫ് ആപ്ലിക്കബിൾ. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച സ്ഥലം കേരളത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും. എന്നാൽ കേരളത്തിലുള്ള പ്ലേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ ബോർഡുകളിലോ അല്ലെങ്കിൽ CBSE, ICSE, IAS അതുപോലെ തന്നെ ഈ ഒരു NIOS, തുല്യത എന്നിവ ഒഴികെയുള്ള വിഭാഗങ്ങളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ HSC ഡയറക്ടറേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ നിന്നോ ലഭിക്കുന്ന ഈ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ SC/BC വിഭാഗം അതുപോലെ OBC വിഭാഗത്തിലുള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമാണ് ഹാജരാക്കേണ്ടത്. അത് തഹസിൽദാർ നൽകുന്നതാണ് വേണ്ടത്. ഇത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ വേണ്ടൂ, എല്ലാവർക്കും അത് ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ
നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ പ്രൊഹിബിഷൻ ഓഫ് റാഗിങ്, അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റിൽ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത അലോട്ട്മെൻറ്റിൻ്റെ ഓർഡറാണ്. അപ്പോൾ എ സൈൻഡ് കോപ്പി ഓഫ് ദ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഓർഡറിൽ സിഗ്നേച്ചർ ഇടണം. ആഫ്റ്റർ സൈനിങ് ഇൻ യൂസിങ് യുവർ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ആഫ്റ്റർ തേർഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഓർഡർ ഉണ്ടാവും, അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോ എന്നാണ് ബാക്കിയിൽ പറയുന്നത്. അതായത് ബാക്കി ഈ ഒരു CPASലും അതുപോലുള്ള മറ്റ് വെബ്സൈറ്റിലൊക്കെ, അതായത് മറ്റ് അഡ്മിഷൻ രീതികളിലൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നാണ്. ഇതിൽ അലോട്ട്മെൻറ്റ് ഓർഡർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓൺലൈനായിട്ട് കിട്ടുന്ന ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഓർഡർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ആ ഒരു കോപ്പി എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ SSLC +2 ഇതുപോലുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ എക്സ്ട്രാ ഒരു 5 കോപ്പി വീതം ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എടുത്തു വയ്ക്കുക. കാരണം ഭാവിയിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ച് കിട്ടുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഓർഡറിൻ്റെ ഒരു കോപ്പി ജസ്റ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും 2 വീതം അറ്റസ്റ്റഡ് കോപ്പീസാണ്. അറ്റസ്റ്റഡ് കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് അറ്റസ്റ്റ് അല്ല, ഗസ്റ്റഡ് അറ്റസ്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും AEO, അതുപോലെ തന്നെ SHO, അതുപോലെ ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസർ, അതുപോലെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീച്ചേഴ്സ്, അപ്പോൾ എന്നിവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് 3 കോപ്പീസ്. ഇതിൽ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഈ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID എന്നിവയുടെ കോപ്പിയാലും ഉപയോഗിക്കാം. സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഡേറ്റ് എന്നിവ ഇട്ട് കഴിഞ്ഞാൽ അത് സെൽഫ് അറ്റസ്റ്റായി. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ആ ഒരു ഫോട്ടോഗ്രാഫിൻ്റേത് ആയിരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ബാലൻസ് ഫീസ് 81,325 രൂപ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ പേരിൽ മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള DD ആയിട്ടോ എടുക്കാം. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഫീ ഡീറ്റെയിൽസ് എങ്ങനെ അടക്കണമെന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 12-ാം തീയതി വരെ AMCS FNCKയിലെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു അഡ്മിഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഓഗസ്റ്റ് 13-ാം തീയതിയോടെ അടുത്ത 4th അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.